നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചിക്ക് വൈകി മാറി ചേച്ചി, ഞാൻ കാണിച്ചത് എങ്ങനെയാ? വേണ്ടങ്ങളെ അച്ഛനെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കേണ്ടത് മകന്റെ കടമയാണ്. അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചവർക്ക് വിശാല ശിക്ഷ കൊടുത്തിരിക്കും. അതിപ്പോ ആരായാലും. അതാരായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ചേച്ചി, അവൻ കണ്ടുപിടിക്കില്ല. കണ്ടുപിടിക്കണമെങ്കിൽ ഗോപിയേട്ടൻ വാ തുറക്കണം, അല്ലെങ്കിൽ പാർവതി പറയണം. രണ്ടും സംഭവിക്കില്ല. സംഭവിച്ചാൽ അവളത് അരവിന്ദനെ ഏൽപ്പിക്കാൻ തന്നെയാ പോകുന്നത്. അത് അയാളുടെ കൈ കിട്ടിയ പിന്നെ ഉറപ്പാ ഞാനും ഏട്ടനും അറസ്റ്റ് ചെയ്യപ്പെടും. ഹലോ ജാസ്മിൻ. ഹലോ ഏട്ടാ. ഏട്ടാ ആകെ കുഴപ്പമായി. നമ്മൾ ഏത് നിമിഷവും കൊടുങ്ങും ഏട്ടാ. നീ കാര്യം എന്താന്ന് പറയൂ ജാസ്മിൻ. ഏട്ടാ, പാർവതിയുടെ റൂമിൽ നിന്ന് ഞാൻ ഒരു മേക്കപ്പ് മെറ്റീരിയൽ എടുത്തതാ. പക്ഷെ പാർവതി ഇത് കണ്ടുപിടിച്ചു. ആ സമയത്ത് സുശീൽ ആന്റിയും വന്നു. ആന്റി ആ മേക്കപ്പ് മെറ്റീരിയൽ എടുത്ത് പാർവതിക്ക് തിരിച്ചു കൊടുത്തു ഏട്ടാ. അതിന് നീ എന്തിനാ ഇപ്പൊ പേടിക്കുന്നത്? അതവള് വെച്ചോട്ടെ. ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടിൽ കണ്ടത് അതാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് സംശയമുണ്ട് ഏട്ടാ. അതുമായിട്ട് അവളിപ്പോ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. നേരെ അരവിന്ദനെ കാണാൻ പോയത് തന്നെ ആയിരിക്കും. മാർക്കറ്റിലോ മറ്റോ പോയതായിരിക്കും. അല്ല ഏട്ടാ, എനിക്ക് ഉറപ്പാ അരവിന്ദനെ കാണാൻ തന്നെയാ പോയത്. ഫ്ലവേഴ്സിലുണ്ടായ കെമിക്കലും ആ മേക്കപ്പ് മെറ്റീരിയൽ ഉണ്ടായ കെമിക്കലും ഒന്നാണെന്ന് അയാൾ കണ്ടുപിടിക്കും. അയ്യോ, നമ്മൾ അറസ്റ്റ് ചെയ്യും. വിശാലിനെ കൊല്ലാൻ നോക്കിയതുപോലെ ജയെ കൊന്നതും നമ്മളാണെന്ന് തെളിയിക്കപ്പെടും. നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും ഏട്ടാ. ഇനി എന്താ ചെയ്യാ? പാർവതി എപ്പോഴാ അതുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. നീ പേടിക്കണ്ട, അതുമായിട്ട് അവൾ അരവിന്ദിന്റെ അടുത്ത് എത്തില്ല. നീ ഫോൺ വെച്ചോ. ശരി ഏട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.